യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുദിനത്താൽ വീണ്ടെടുത്തു. ഉയർത്തുന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അടിപ്പിണരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ. എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥാ. എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ.
എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കും നീ ഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. കഷ്ടതയും സങ്കടവും മാത്രമാണെന്തനും. കഷ്ടതയും സങ്കടവും മാത്രമാണെന്തനും. പരദേശിയായി ഞാൻ പാർക്കും നീ ഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കും നീ ഹേ. നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ. എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ. എന്നെ അറിയാത്ത പാതകളിൽ നടത്തിടുവാൻ നീ എന്നും ശക്തനല്ലോ. എന്നെ അറിയാത്ത പാതകളിൽ നടത്തിടുവാൻ നീ എന്നും ശക്തനല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. അഗ്നി നടുവിൽ ഞാൻ ആയിടിലും യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും
അഗ്നി നടുവിൽ ഞാൻ ആയിടിലും യോർദാൻ കരകവിഞ്ഞൊഴിയാലും അഗ്നി നടുവിലും യോർദാൻ കരയിലും നീ എന്നെ നടത്തുമല്ലോ. അഗ്നി നടുവിലും യോർദാൻ കരയിലും നീ എന്നെ നടത്തുമല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. സിംഹക്കുഴിയിൽ ഞാൻ ആയിടിലും പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായാലും സിംഹക്കുഴിയിൽ ഞാൻ ആയിടിലും പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായാലും സിംഹക്കുഴിയിലും പത്മോസ് ദ്വീപിലും നീ എന്നെ നടത്തുമല്ലോ. സിംഹക്കുഴിയിലും പത്മോസ് ദ്വീപിലും നീ എന്നെ നടത്തുമല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ. എന്നെ നടത്തുവാൻ ശക്തനല്ലോ, എന്നെ കരുതുവാൻ ശക്തനല്ലോ. എന്നെ അറിയാത്ത പാതകളിൽ നടത്തിയിടുവാൻ നീ എന്നും ശക്തനല്ലോ. എന്നെ അറിയാത്ത പാതകളിൽ നടത്തിയിടുവാൻ നീ എന്നും ശക്തനല്ലോ. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. നിന്റെ വാഗ്ദത്തം മാറുകില്ല, നിന്റെ വിശ്വസ്തത മാറ്റമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറിയ ചില ദിവസങ്ങളായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുവാൻ ഇടയായി തീരേണ്ടതിന് ഹോളും പരിസരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കാവൽ ചെയ്യപ്പെടേണ്ടതിന് ദൈവജനത്തെ കർത്താവ് കൂട്ടിവരുത്തി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വചന ശുശ്രൂഷ നടക്കുവാൻ രാത്രികാലം ഇടയായി തീരണം. പാട്ടുപാടുന്ന എല്ലാവർക്കും കർത്താവ് പ്രത്യേകമായ കൃപയും ജ്ഞാനവും നൽകിക്കൊടുക്കട്ടെ. കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
പരിശുദ്ധ ദൈവമേ, ചില നാളുകളായി ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നല്ലോ. അവിടെ ഞങ്ങളോട് മനസ്സിലിയണമേ കർത്താവേ, ഞങ്ങളോട് ദേതൊന്നുമാറാകണമേ. ഇന്ന് രാത്രികാലം അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളെല്ലാവരും അനുഭവിച്ചറിയുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം അങ്ങയുടെ ദാസീദാസന്മാർ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ദൈവമേ അത് ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, അനേകർക്ക് അത് ആശ്വാസമായി തീരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അത് നയിക്കുവാൻ ഇന്ന് രാത്രികാലം ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ അഭിഷേകത്തിനെ അഭിഷേകം ചെയ്ത ദൂതുമായി ഞങ്ങളുടെ ഇടയിൽ നയിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം അങ്ങയുടെ വൃത്തൻ വചനവുമായി നിൽക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങൾക്ക് വലിയ വിടുതലിന് കാരണമാക്കി തീർക്കണമേ, അനുഗ്രഹത്തിനത് കാരണമാക്കി തീർക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, വരണ്ട നിലത്ത് പെയ്യുന്ന മഞ്ഞ് പോലെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ദൈവമേ, ഹൃദയങ്ങളിൽ ഇന്ന് രാത്രികാലം അത് ക്രിയ ചെയ്യുവാൻ തക്കോണം ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം പ്രസാദിക്കുന്ന രാത്രിയായി തീരണമേ കർത്താവേ. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, അനേകർ വിടുതൽ പ്രാപിപ്പാൻ ഇന്ന് രാത്രികാലം ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ. വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ് പിതാവേ. ഇന്ന് രാത്രികാലം ഞങ്ങളെ പണിയുന്ന രാത്രിയാക്കി, ഇന്ന് രാത്രികാലം ഞങ്ങളെ മാനസാന്തരത്തിന് കർത്താവേ, അനേകർക്ക് പാപമോചനത്തിനും അനേകർക്ക് വിടുതലിനും സൗഖ്യത്തിനും അത് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഹോളിനകത്ത് കർത്താവേ ക്രിയ ചെയ്യുമാറാകണമേ. ആരും നിർവിചാരികളായിരിക്കാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ഹൃദയങ്ങളെയും ഇന്ന് രാത്രികാലം അവിടുന്ന് തൊട്ടുണർത്തുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ആദ്യോടൊന്നും കർത്താവിന്റെ കാവലും സൂക്ഷിപ്പും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നാട്ട്. സകലം മാനും മുഖത്തും കർത്താവ് എടുക്കണം. സകലവും പ്രിയോത്തന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകളെ പാടി നമ്മുടെ കർത്താവിന് മുഖത്തും കൊടുക്കാം. നമുക്കൊരുമിച്ച് നാം ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നാം ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ആയിരുന്ന ഇടത്ത് നമ്മെ ഭദ്രമായി സൂക്ഷിക്കുകയും കരുതുകയും മാനിക്കുകയും ചെയ്ത കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാരംഭമായ ഒരു കാര്യം പറയട്ടെ. ഇവിടെ കാണുവാനായിട്ട് ഒന്നും തന്നെയില്ല. നമ്മളാരും തന്നെ ഒന്നും കാണുവാൻ വേണ്ടി വന്നവരുമല്ല. ഇന്ന് രാത്രിയിൽ എന്നാൽ ഒത്തിരി പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അവസരത്തെ ഒരുക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരിക്കൽ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ഇതൊരു ആരാധന അന്തരീക്ഷമുള്ള ഇടമായി മാറണം. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. ഇന്ന് രാത്രിയിൽ അതിനായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മസാന്നിധ്യം പ്രാരംഭ നിമിഷം മുതൽ തന്നെ നമ്മൾ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായി ഞങ്ങളുടെ ഗാനം പാടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഞങ്ങൾ പാടുന്ന സമയത്ത് ഞങ്ങളോട് ചേർന്ന് പാടി നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും
സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവരെ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ, എല്ലാവരും ചേർന്ന് പാടുക. യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ യേശു, അടിപ്പിണറാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ, എല്ലാവരും ചേർന്ന്. യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷ കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ.
രാത്രി യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ആമേൻ. എനിക്ക് വളരെ നല്ലതുപോലെ അറിയാം, ദീർഘനാളുകൾ കർത്താവിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കൺവെൻഷനാണിത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ, പോയി പറയുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ കൺവെൻഷൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു കൺവെൻഷനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശക്തമായ കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ നിസ്തുതിച്ച് പറഞ്ഞാട്ടെ, ഇത് ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ട കൺവെൻഷനാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ നിറവേറുവാൻ പോവുകയാണ്. ആമേൻ. അടുത്തൊരു ഗാനം നമുക്ക് പരിചയമുള്ളൊരു ഗാനമാണ്. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ, ഉയർത്തവനുടെ പരംവിളിക്ക് യോഗ്യരാം ജനം നമ്മൾ. അതിൻ്റെ സ്റ്റാൻസിങ്ങിനാണ് പറയുന്നത്, ലക്ഷ്യം തെളിവായി മുന്നിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്, സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. കരങ്ങൾ തട്ടി ചേർന്ന് പാടി നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർന്നവരുടെ പരമവിളിക്കും യോഗ്യരാം ജനം നമ്മൾ. ഉയർന്നവരുടെ പരമവിളിക്കും യോഗ്യരാം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ലക്ഷ്യം തെളിവായി മുന്നിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുന്നിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിയിട്ടുണ്ട്. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ.
പടഘോരമായി പിന്നിലുണ്ട്. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നിടാം. സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ, സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ പാറയ്ക്കാത്തിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ പാറയ്ക്കാത്തിടം സ്തുതിക്കാം ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ പാറയ്ക്കാത്തിടം സ്തുതിക്കാം ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തെ കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിന്റെ സന്നി സന്തോഷത്തോടെ ആയിരിക്കുന്നു? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി പറഞ്ഞാട്ടെ, ഞാൻ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിലായിരിക്കുന്നു. ആരും നോക്കിയില്ല. ചിലർ നോക്കി. സന്തോഷം കൂടുതലായതുകൊണ്ടാണോ സന്തോഷം കുറവായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ അപ്പുറം ശരിയാണെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ശരിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ദേശത്ത് വന്നിട്ട് ഏകദേശം 6 വർഷത്തോളമായി. ഈ ദേശത്തിലെ വിവിധ കാര്യങ്ങൾ, വിവിധ സംഭവങ്ങൾ പലപ്പോഴായി എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളെ നോക്കി പറയട്ടെ. ഈ കസാരയിൽ ഈ സമയത്ത് ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ജീവിത വ്യതകൾ വരാമായിരുന്നു, എന്നാൽ അതെല്ലാം മാറ്റി ഓരോ ദിവസവും നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിന്, ആ ദൈവിക കരുതലിനായി ഇന്ന് രാത്രിയിൽ നന്ദി പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ മഹായോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുന്നെങ്കിൽ, രോഗത്തിന് നടുവിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ വെടിവെപ്പാൻ കർത്താവ് കൂടെയുണ്ട്. തുടർന്നൊരു ഗാനം ഞങ്ങൾ പാടുന്നു. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ, നീ രോഗിയാണോ മകനെ, നീ രോഗിയാണോ മകളെ. യേശു കർത്താവിൻ്റെ അത്ഭുത രോഗസൗഖ്യത്തെ വർണ്ണിക്കുന്നൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടും. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. നീ തകർന്നവനാണോ മകനെ, നീ തകർന്നവളാണോ മകളെ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ.
മകളെ ഞാൻ നിൻ രക്ഷകൻ സൗഖ്യദായകൻ നിന്റെ വേദന അറിയുന്നവൻ യേശുനായകൻ നീ തകർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളെ ഞാൻ നിൻ രക്ഷകൻ നിന്റെ തകർച്ചകളെല്ലാം നന്മയെ മാറ്റുന്നവൻ യേശുനായകൻ നീ പാപിയാണോ മകനേ നീ പാപിനിയാണോ മകളെ നീ പാപിയാണോ മകനേ നീ പാപിനിയാണോ മകളെ ഞാൻ നിൻ രക്ഷകൻ പാപമോചകൻ നിന്റെ ജീവിതം അറിയുന്നവൻ യേശുനായകൻ നീ തകർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളെ ഞാൻ നിൻ രക്ഷകൻ നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ നീ തകർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളെ ഞാൻ നിൻ രക്ഷകൻ നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ 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 ഹല്ലേലൂയ. സന്തോഷമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ഒരു ചിന്തകൻ എങ്ങനെ പറഞ്ഞു, നീലാകാശത്തെ എഴുത്തു പേപ്പറായും ഈ ഭൂമിയിലെ പുൽക്കുടിത്തുമ്പ് തൂലികയായും നീല സമുദ്രത്തെ മഷിയായി ഉപയോഗിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പാടിയാലും എത്ര പ്രസംഗിച്ചാലും എത്രമാത്രം ദൈവത്തെ ആരാധിച്ചാലും കർത്താവ് നമ്മെ സ്നേഹിച്ച നമ്മെ കരുതിയ വിധങ്ങൾക്ക് അത് ഒന്നും ആകുകയില്ല. തുടർന്ന് ഞങ്ങൾ ഗാനം പാടുന്നു. എത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ എന്തു ഞാൻ നൽകിയിടും തുല്യമായി, ഏഴയെ നിൻ മുൻപിൽ യാഗമായി. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം.
നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. നിന്നകൾ ഏറി വന്നാലും മാറല്ലേ മാറയും നാഥനേ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറല്ലേ മാറയും നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ദുഃഖങ്ങൾ പീഡകളെല്ലാം ഈ ജീവിതേ വന്നിടും വേളയിൽ. രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം ഈ ജീവിതേ വന്നിടും വേളയിൽ. ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹമേ. ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹമേ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ നമ്മളായിരിക്കുന്നല്ലോ. വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ പാടി കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമുക്ക് സഹായിച്ചു. കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ
എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഈ കൺവെൻഷൻ 3 ദിവസം ഇവിടെ നടക്കുമ്പോൾ ദൈവമായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയുവാൻ, അവൻ വെറുതെ ഒരു കൺവെൻഷന് നമ്മൾ കടന്നു പോകുന്നുവെന്നല്ല. അവൻ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, വരണ്ട നിലത്ത് പെയ്യുന്ന മഞ്ഞ് പോലെ അത് ആഴ്ന്നിറങ്ങി ഹൃദയങ്ങളിൽ അത് ക്രിയ ചെയ്ത് അവൻ്റെ ദിവസങ്ങളിൽ ഒരനുതാപത്തോടെ ദൈവസന്നിധിയിൽ ക്രമീകരണത്തോടെ ദൈവജനം ആനന്ദിച്ച് സന്തോഷിക്കുന്ന രാത്രികളായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഈ ദിവസങ്ങളിൽ ഒരു ആത്മാവിലൊരാനന്ദം പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിപ്പാൻ ഇടയായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന കർത്താവിൻ്റെ ദാസനിൽ കൂടി അത് കേൾക്കുവാനിടയായി തീരേണ്ടതിന്, കടന്നു വരുന്ന ജനത്തിന് അത് അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ മുന്നോട്ട് കടന്നു പ്രാർത്ഥിക്കും. ആദ്യമായി പാസ്റ്റർ നിശാന്ത് ജോർജ്, അതിനുശേഷമായി പാസ്റ്റർ ഷൈനോജ് നൈനാൻ എന്നീ ദൈവദാസന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും കാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തിൽ കടന്നു വരുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര സ്നേഹം നൽകിയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച നിത്യ സ്നേഹത്തിനായി കർത്താവെ തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ എൻ്റെ സ്വർഗമൊരുക്കിയ അവസരത്തിനായി നന്ദി. വിശേഷാൽ ഇവിടെ 3 ദിവസം നടക്കുന്ന സുവിശേഷ മഹായോഗത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മീക സന്തോഷം പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. അഭിഷിക്ത ദൂതമായി ഞങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം, വലിയ ആത്മസാന്നിധ്യത്തോടെ ദൈവശക്തിയോടെ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് കരുണ കാണിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഇത് ദേശത്തിന്, ഹല്ലേലൂയ, ദൈവസഭകൾക്ക് അനേകർക്ക് വിടുതലായി, നന്മയായി, അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവെ നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയെ, അത് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനെ, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കും. പുത്രനെ ഉയർത്തുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ നല്ല സ്വർഗീയ പിതാവേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ കൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ മധ്യയെ ഉലാവിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം ഞങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ വ്യർത്ഥമാണല്ലോ. ഈ രാത്രിയിൽ ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതായ സുവിശേഷ മഹായോഗത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇവിടെ വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ നിറവ് വെളിപ്പെടാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്ത ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുതൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ, മോശ ദൈവജനത്തിൻ്റെ മധ്യ എഴുന്നേറ്റപ്പോൾ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ ജനത്തിന് അവൻ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ പോയതുപോലെ ഈ ദിവസങ്ങളിൽ കേൾക്കപ്പെടുന്ന ദൈവവചനത്തിന് മുൻപാകെ കർത്താവിൻ്റെ വലിയ മഹത്വം ഞങ്ങളിൽ കൂടെ വെളിപ്പെടുത്തക്കവണ്ണം ഞങ്ങളാകേണ്ടതുപോലെ ഒന്ന് ആകുവാൻ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഒന്ന് വെളിപ്പെടുവാൻ, ഞങ്ങൾ എന്താണ് കർത്താവെ ചെയ്യേണ്ടതെന്നുള്ള ആ ദൈവശബ്ദം ഇന്ന് രാത്രി മുതൽ കേട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയ്ക്കായി, ദൈവദാസന്മാർക്കായി, കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു.
പ്രിയപ്പെട്ടവരുടെ പ്രയത്ന ഫലത്തെ ഈ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. അനേക പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ സഭയിൽ കടന്നു വരുവാൻ, പുതിയ ചില പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ ജനത്തിനൊരു ഉണർവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ഈ സുവിശേഷ യോഗം മുഖാന്തരം ദൈവാത്മാവിടയാക്കണമേ. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ ആക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ദിവസം എഴുന്നേക്കാം. കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ശക്തിയോടെ. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ. പ്രയാസത്തിൽ അനേകരായപ്പോൾ ഹല്ലേലൂയ, അനേകരുടെ ജീവിതത്തിൽ സ്തോത്രം സങ്കടങ്ങൾ കടന്നു വന്നപ്പോൾ അതിന്റെ എല്ലാം നടുവിൽ ആമേൻ വലിയവ ചെയ്ത ദൈവത്തെ, നന്മ തന്ന കർത്താവിനെ ചേർന്ന് അല്പ നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാ തരങ്ങളും ചലിക്കട്ടെ. ഹല്ലേലൂയ. ഇത് മൗനമായിരിക്കേണ്ട നിമിഷങ്ങളല്ല, ഇത് അതിനം കൂട്ടിയിരിക്കേണ്ട നിമിഷങ്ങളല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ നിമിഷങ്ങളാണ്, ഇത് ആരാധിക്കുന്നവരുടെ നിമിഷങ്ങളാണ്. അഭിഷേകം ദൈവത്താമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. 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 എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവേ. ചേർന്ന് പാടാം. മഹത്വവും എല്ലാവരും ചേർന്ന് ബഹുമാനം ശക്തിയും ബലവും യേശുവേ. വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. രണ്ട് കരങ്ങൾ പഠിച്ച് ശക്തിയോടെ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ചേർന്ന് പാടി ആരാധിക്കാൻ കരങ്ങൾ തട്ടി സന്തോഷത്തോടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. ചേർന്ന് യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ജ്ഞാനഗോവയ്ക്കാൻ കാത്തുകാത്തല്ലോ അവനെങ്കിലേ ചാഞ്ഞു കേട്ടല്ലോ. ജ്ഞാനഗോവയ്ക്കാൻ കാത്തുകാത്തല്ലോ അവനെങ്കിലേ ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെവി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെവി നിന്നും കയറ്റി. ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും
എന്നേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കാൽകളെ പാറമെത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമെത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്ക് തന്നു എന്റെ നാവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ട് എനിക്ക് തന്നു എന്റെ നാവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ജ്ഞാനഗോവയ്ക്കാൻ കാത്തു കാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ജ്ഞാനഗോവയ്ക്കാൻ കാത്തു കാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടി നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. കൊല്ലുന്ന മരണത്തിൻ പോരതര വിഷപ്പല്ലു തകർന്നകയാ. കൊല്ലുന്ന മരണത്തിൻ പോരതര വിഷപ്പല്ലു തകർന്നകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു ശക്തിയോടെ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.
യേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൽ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലൽ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നീട് വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സത്യോടെ ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അവൻ ജീവിക്കുന്നത് കൊണ്ട്, അവൻ എന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഇന്ന് അവൻ നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നന്ദിയാർന്ന ഹൃദയത്തോടവനെ സ്തുതിച്ചാട്ടെ. അതിനകത്തോടവനെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടവനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷയോടവനെ സ്തുതിച്ചാട്ടെ. അവന് പ്രാരംഭ രാത്രിയിൽ നിയമത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിയമവിടുതൽ ചെയ്യുവാനായി പാപത്തിന്റെ സകല ബന്ധനങ്ങള്, രോഗത്തിന്റെ സകല ബന്ധനങ്ങള്, സകല ശാപങ്ങള്, ഓ ഹല്ലേലൂയ, സകല തിന്മകളെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ, ശത്രുവെത്തിയിരിക്കുന്ന സകല ബന്ധനങ്ങള് മാറിപ്പോകുവാൻ ദൈവവചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് ജീവിതങ്ങൾ വെളിപ്പെടുവാനായി അവരുടെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ ഭാഗത്ത് ഇറങ്ങി വരികയാണ്. എന്റെ ജീവിതഭാരങ്ങൾ മാറിപ്പോകുകയാണ്. ദേശത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം പകർന്ന് വെളിപ്പെടുകയാണ്. നമുക്ക് അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം കൂടെ നമുക്ക് ദിവസകാലത്തിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും നമ്മെ തന്നെ ഏൽപ്പിച്ച്, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാം വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹമേറിയ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അൻപുള്ള കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എത്രയോ ഹൃദ്യമാണ്, ആശ്വാസകരമാണ്, സന്തോഷപ്രദമാണ്. അവർ തിരുസന്നിധിയിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അവിടുത്തെ ദിവ്യമൊഴികൾ, ജീവന്റെ സന്ദേശം ഞങ്ങളുടെ ആത്മമനുഷ്യനെ പരിപോഷിപ്പിക്കുവാൻ, ഞങ്ങളുടെ ആത്മദാഹം തീർക്കുവാൻ, ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി സ്തോത്രം. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമേ, വേദനയോടെ ഭാരത്തോടെ ഇന്ന് സന്ധ്യയിൽ തിരുവചനം ശ്രമിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവർ വചന കേൾവിയാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭ്യമാകുവാൻ ഇടയാക്കണമേ. ഞങ്ങളേറെക്കാലമായി അവലോട് നോക്കി പാർക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ പ്രത്യാഗമനം സമാഗതമായിരിക്കുന്ന ഈ കാലങ്ങളിൽ വിശുദ്ധന്മാരായ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ഉണർത്തുന്ന അനുഗ്രഹീതമായ ചിന്തകൾ ഇന്ന് രാത്രി ഞങ്ങളുടെ ഭൃത്യത്തിലൂടെ ഞങ്ങൾക്ക് നൽകി തരണമേ. നിന്റെ വചനം ഐശ്വര്യമായി വിഭാഗിപ്പാൻ പരിശുദ്ധാത്മ നിറവിൽ കർത്താവേ ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ വിലപ്പെട്ട ദാസനെ കർത്താവ് ശക്തീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ മഹായോഗം അനേകരുടെ ജീവിതത്തിൽ മടങ്ങി വരവിന്, പാപികൾ രക്ഷിക്കപ്പെടുന്നതിന്,
ദൈവിക അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നതിന്, വിശ്വാസികൾ ശക്തിപ്പെടുന്നതിന്, അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിന് കാരണമാക്കി തീർക്കണമേ. IPC ബേർസേബ ചർച്ചിനായി സ്തോത്രം. കർത്തൃഭൃത്യന്മാർക്കായി ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രി ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വിലപ്പെട്ട ഭൃത്യനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധാനത്തിലിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവവൃത്യന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്തൃനാമത്തിൽ IPC ബേർശേബ സഭയുടെ നാമത്തിലുള്ളതായ അതേ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ PT തോമസ് അവറുകളാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അഭംഗിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും ലോകമെമ്പാടും കടന്നുപോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ അധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ വളരെ തിരക്കേറിയ തൻ്റെ ശുശ്രൂഷയുടെ നടുവിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വരാമെന്ന് ഏറ്റു. ഇന്ന് രാവിലെ സമയം സൗഖ്യത്തോടെ താൻ കടന്നു വരുവാൻ തക്കൊണ്ടമിടയായി തീർന്നു. ഈ 3 ദിവസങ്ങളിലും കർത്താവിൻ്റെ വചനം ശക്തിയോടെ താൻ പ്രസംഗിക്കേണ്ടതിന് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും കർത്തദാസനെ തുടർന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രത്യേകാൽ IPC റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ഗർസിം P. ജോൺ, IPC റീജിയൻ സെക്രട്ടറി പാസ്റ്റർ രാജൻ എബ്രഹാം, IPC റീജിയൻ PIPയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലക്സ് എബ്രഹാം, അതുപോലെ PIP റീജിയൻ സെക്രട്ടറി പാസ്റ്റർ ഡിലു ജോൺ, അങ്ങനെ വിലപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ എല്ലാവരും ഇന്ന് രാത്രി കാലം നമ്മുടെ നടുവിലുണ്ട്. എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 3 ദിവസവും നടക്കുന്നതായ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ് തുടർന്ന് നടക്കുന്നത്. ആ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഗർസിം P. ജോൺ അവറുകളെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഒരുമിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രി ദൈവവചന കേൾക്കുവാൻ ദൈവം നമുക്കെന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PT തോമസ് അവറുകൾക്കായി സ്തോത്രം. റീജിയൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരും, പ്രത്യേകാൽ ദുബൈ ബേർഷേബ IPC ശുശ്രൂഷൻ പാസ്റ്റർ ഷിബു വർഗീസ്, സഹശുശ്രൂഷന്മാർ, വിശ്വാസികൾ, കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. സമയം വളരെ മുൻപോട്ട് പോയി. കർത്താവിൻ്റെ ദാസൻ PT തോമസ് പാസ്റ്ററിൽ നിന്ന് കേൾക്കുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു വാക്യം മാത്രം വായിച്ച് ദൈവസന്നിധി വേഗത്തിലിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 42-43 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. 20 ഭാഗം നമുക്കറിയാവുന്നതാണ്. കൊർന്നേല്യോസ് എന്ന ശതാധിപന് ഒരു ദർശനത്തിൽ ദൂതൻ തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. ആ വാക്ക് കേട്ട് ശിമോൻ പത്രോസ് കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ വരുമ്പോൾ കർത്താവ് അരുളി ചെയ്തത് കേൾക്കുവാൻ അവരെല്ലാവരും അവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടി വന്ന് ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പത്രോസ് പ്രസ്താവിച്ച വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പത്രോസ് പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല,
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കും. കാലാകാലങ്ങളിലായി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു വചന ശുശ്രൂഷ നടക്കുമ്പോൾ വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഗ്രഹമായി വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 ദിവസങ്ങളുടെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ഈ സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കാൻ, കടന്നു വരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നിച്ച് ഈ ഹോളിൽ കടന്നു വരുവാൻ ദൈവമായുസ് തന്നു, ആരോഗ്യം തന്നു. എല്ലാത്തിനായി സ്തോത്രം. കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ ദാസന്മാരെ ഈ പട്ടണത്തിൽ അയച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നീ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ 3 ദിവസത്തെ കൺവെൻഷൻ ക്രമീകരിച്ച ബെർഷേബ IPC ദൈവജനത്തിനായി, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ആ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ രാത്രി കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ദിവസങ്ങൾ ഈ ഹോളിനകത്ത് കടന്നു വരുന്നെങ്കിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കി കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണം. ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ PT തോമസ് അവர்களுക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തണം. കഴിഞ്ഞ നാളുകളിൽ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും അനുഗ്രഹീതമായ ദൈവവചനം ഘോഷിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിക്കാട്ടെ. ഞങ്ങളെല്ലാം ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഈ 3 ദിവസത്തെ കൺവെൻഷൻ ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്നുള്ളതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. എല്ലാവർക്കും ദൈവസന്നിധിയിരിക്കും. താങ്ക് യു പാസ്റ്റർ. ഒരിക്കൽ കൂടി എല്ലാവർക്കും കർത്തൃനാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന്